നമ്മളെ നാട്ടിൽ ഒരുപാട് പെരമ്പൽ ഓരോ നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രബിൾ ശരിയാക്കി തരാൻ വേണ്ടി പോകണം. അതായത് ഞാനിപ്പോൾ ഈ പുതിയ തുണി കുപ്പായ കെട്ടിയാണ്ട് സൈറ്റിൽ ഒരു പണി കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ കാണാൻ വേണ്ടി വന്നവർക്ക് ഈ സൈറ്റിലെ ക്ലൈൻറ്റിൻ്റെ അർജൻറ്റ് ഒന്നുമില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്തു കൊടുത്താൽ മതി. പക്ഷേ മൂപ്പർക്ക് ഇവിടെ ഒരു പരിപാടിയുള്ള സ്ഥിതിക്ക് ഒരു ഉപകാരം ചെയ്യണത്ര. അതാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അധിക വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ചുമരുമ്മൽ ഈ ഗ്ലാഡിങ് ടൈൽസ് ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. കാരണം സ്റ്റൈൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ ഗ്ലാഡിങ് ടൈൽസ് ഒട്ടിച്ച ചുമര് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോയി നോക്കുകയാണെങ്കിൽ ആ ഒട്ടിച്ച് അതേ ലെവലിൽ കാണാൻ പറ്റില്ല. അധിക വീടിൻ്റെയും ഈ മൂലയിൽ 1 വീണുണ്ടാവും, സെൻട്രൽ 5 വീണുണ്ടാവും, ആ മൂലയിൽ 1 വീണൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അത് വികുന്നത്? അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു പീസുമ്മൽ ഇടയ്ക്കൊന്ന് ഒന്നൊക്കെയാണ് വീണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണിക്കാരനെ കൂലി കൊടുത്ത് വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചട്ടി വേണ്ട, ചട്ടകം വേണ്ട, വെറും കൈ കൊണ്ട് വക്കറ്റിലിട്ട് പേസ്റ്റ് കുഴമ്പി കലക്കി വൃത്തികേടാവാത്ത കോലത്തിൽ ആ വീണ പീസിനെ റീസെറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് മാറില്ലാതെ നമ്മൾ പറഞ്ഞിരുന്നു ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഗ്ലാഡിങ് ടൈൽസ് ഒട്ടിക്കുന്ന ചുമരെന്ന് പറഞ്ഞാൽ എല്ലാ ചുമരുമ്മലും കൊണ്ട് ആരും സ്റ്റോൺ ഒട്ടിക്കില്ല. കാരണം ഒന്നിന് 10-50 ഉറുപ്പ്യ കൊടുക്കണം, കായ് പോണ പോക്കാണ്. അതുകൊണ്ട് നല്ല ഹൈലൈറ്റ് വരുന്ന ചുമരുമ്മലായിരിക്കും അധിക വീടിൻ്റെയും ഇങ്ങനെ ഒട്ടിച്ചുണ്ടാവുക. അപ്പോൾ ഈ ഇടയ്ക്കെന്ന് ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ സ്പോട്ട് ലൈറ്റ് രാത്രി ഓണാക്കാൻ പറ്റില്ല, മുകളിലത്തെ LED ഓണാക്കാൻ പറ്റില്ല. പല ആൾക്കാരുണ്ടല്ലോ 5-6 മാസമായിട്ട് ഇതേപോലെ ആ ലൈറ്റ് ഓണാക്കാത്ത ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ എൻ്റെ ആവശ്യം? ഇതൊക്കെ കണ്ടോ, ഇതും 5-6 മാസമായിട്ട് വീണ്ട് നിലത്തുനിന്ന് വെക്കാനുള്ള പീസുള്ളൂ. പക്ഷേ ക്ലൈൻറ്റിനെ വർക്കറിയില്ല. സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഇതേപോലെ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും ചുമരുമ്മൽ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചോളി. തേപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഷോവാൾമേൽ ഒട്ടിക്കാനുള്ള പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ തേപ്പാരോട് പറയും അവിടെ മിനുക്കണ്ടിട്ടോ പറയും, പോരാ. അതായത് തേപ്പായ ഉരസിപ്പൽ കൊണ്ട് ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ ചട്ടം കൊണ്ട് മിനുക്കില്ല എന്നുള്ള പ്രത്യേകത മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രിപ്പ് കമ്മി ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ 5-6 വരട്ട ഉണ്ടോ, ഇത് ഈ ചുമര് മൊത്തം അങ്ങനെ വരട്ടിട്ടൊന്നുമില്ല. ഈ ഒരു പീസ് വെക്കാൻ വേണ്ടി മാത്രം ഇവിടുത്തെ പ്ലംബിങ്ങാരെ കൊണ്ട് വര ഇടിപ്പിച്ചതാണ്. നേരെ മറ്റത്തിൽ ഉള്ളു നോക്കിയാൽ ഉരസിപ്പലിൻ്റെ ഗ്രിപ്പുള്ളൂ. അത് മിനുക്കിക്കാണ് സാധാ ചുമരായി. എന്തിനാണ് ആവശ്യം? നേരെ മറിച്ച് ഒരു പെയിൻ്റ് അടിച്ച ചുമരുമ്മൽ നിങ്ങളുടെ പ്ലാനിങ്ങിലില്ല. അവിടെ പിന്നീടാണ് പ്ലാൻ വന്നത് ഗ്ലാഡിങ് സ്റ്റോൺ ഒട്ടിക്കണം, ടൈൽസ് ഒട്ടിക്കണം എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുള്ള് ഗ്രൈൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾ ഉളി ആമർ എടുത്തുകൊണ്ട് ഒരിക്കലും ഒരു ചുമരുമ്മൽ ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗ്രിപ്പ് ഇടരുത്. അപ്പം ചുമരിന് മൊത്തം എയർ വരും. മനസ്സിലായെങ്കിൽ ഗ്രൈൻഡ് തേക്കുന്ന സമയത്ത് തന്നെ ആ തേപ്പിൻ്റെ പച്ച, പൂല്, നനവ്, തണുപ്പ് ഉണങ്ങണതിന് മുമ്പ് ആ എകരയറ്റിന് മുമ്പ് 2 ഈർക്കിൾ ഇങ്ങനെ ക്രോസ് കട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടാൽ മതി, ടോപ്പ് സെറ്റായിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് വെയിൽ എന്ന് പറഞ്ഞാൽ പക്ക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില വീടിൻ്റെയൊക്കെ ഷോവാൾ അടി തൊട്ട് അപ്സ്റ്റേറിൽ വരെ മുട്ടിണ്ടാവും. ഈ തലക്കലും ആ തലക്കലും സെൻറ്ററിൽ വലിയ വട്ടത്തിനുള്ളിലൊക്കെ ഉണ്ടാവും. അപ്പം വെയിൽ തട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ തന്നെ കടക്കാരോട് പറയണം നല്ല വെയിൽ ഫുൾ ടൈം അടിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പൈസ കുറച്ച് കൂടിയാലും A ക്ലാസ് നല്ല ഗമ്മ് തരണം എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഗമ്മേറ്റ് വന്നാൽ പണിക്കാർ അതേപോലെ എടുത്ത് ഒട്ടിക്കും, കൊല്ലാവണതിന് മുമ്പ് സാധനം പോരും. പിന്നെ ഹൈറ്റിൽ സ്കാഫോൾഡിങ് വെക്കേണ്ടി വരും. ഇതൊന്നും നോണ പറയല്ല, കണ്ടമാനം വീട്ടിൽ ഞങ്ങൾ ചെയ്യലുണ്ട്. പക്ഷേ അതൊരു വീഡിയോ ആക്കി കാണിക്കലില്ല. പിന്നെ ഹിന്ദിക്കാരൊരു പ്രശ്നം പറഞ്ഞുതരാം. ഇന്ത്യക്കാരെന്താരോ ഈ ലാട്രി സ്റ്റോൺ എന്നാണ് ഇതിന് പറയുക, കല്ലിൻ്റെ. അപ്പോൾ നമ്മൾ ഗമ്മ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ ഇത് നനയ്ക്കൊന്നും ചെയ്യില്ല, ഇതിനുള്ളിൽ കൂടെ ഒക്കെ സാധനം ഇങ്ങനെ തിരിതിരിയായിട്ട് പോരും. അപ്പോൾ പണിക്ക് വൃത്തികേടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? കുറച്ച് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുന്ന ടീമുണ്ട്. ഇത് അവിടുന്ന് വീണ പീസാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഈ ഒരു പീസല്ല, അവിടെ ഒരു പീസും കൂടെ വെക്കാണ്ട് ഇതിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഗമ്മ് എങ്ങനെ സെറ്റാക്കുന്നു കാണിച്ചാൽ ഇവിടുന്ന് വീണിക്കേണ്ടത് ചെങ്കല്ലിൻ്റെ ടൈൽസ് ആട്ടോ. പിന്നെ ഈ സൈറ്റിൽ ഒരുപാട് ടൈലും പണി നടന്ന സമയത്ത് കുറച്ച് ഗമ്മ് ബാക്കിയുണ്ടായ സ്ഥിതിക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈൻറ്റ് നമുക്ക് ഇവിടെ ഗമ്മ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കുറച്ച് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കുഴക്കലെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒറ്റ പീസല്ലേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് എന്ത് ചെയ്യുക? ഈ ഗമ്മ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ വാരിടുക. ഗമ്മണ്ട് വാരിട്ടുകാണ്ട് നല്ല അങ്ങോട്ട് ഇതേപോലെ ചെറിയൊരു പസർമ ഉണ്ടായിക്കോട്ടെ, പറ്റ ടൈറ്റ് പാടില്ല, ആക്കിത്തരാം, എപ്പാക്കിത്തരാം, ഒന്നും വേസ്റ്റ് ആവില്ല. ഇതാണ് സാധനം. ഇനി ഒരു കാര്യം പാടെ പറഞ്ഞുതരാം. സാധനം നമ്മുടെ സെറ്റായി, സാധനം സെറ്റ്. ഇനി ഒരു 4-5 പീസ് ഇതേപോലത്തെ ലാറ്ററേ സ്റ്റോൺ ചെങ്കല്ലിൻ്റെ വീണിക്കണ്. നിങ്ങൾക്ക് ഗമ്മ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സിമെൻറ്റ് ലൂസ് വാങ്ങിക്കൊണ്ടത് കണ്ട് ഈ വെള്ളം പാരുക, സിമെൻറ്റിൻ്റെ പൊടി അയക്കിടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നതോ സിമെൻറ്റിൻ്റെ പൊടി കൊണ്ട് മാത്രം പേസ്റ്റ് ആക്കിയിട്ട് സാധനത്തിൽ ഒട്ടിക്കരുത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേപ്പിൻ്റെ പീസാൻ ഉണ്ടാവില്ല, അതും പാടെ അയക്കിടുക. അപ്പോഴാണ് ഇതിൽ ചെറിയൊരു പസർമ ഉണ്ടാവുള്ളൂ. ഉണ്ടോ ഓൾറെഡി ഈ ഗമ്മിൽ എന്തുണ്ട്? ചെറിയൊരു ചരൽ പോലെ ഒരു സാധനം ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പിടുത്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഗ്രൗട്ടിൽ ഒട്ടിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാം. ഗമ്മാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഒട്ടിക്കണത് സ്റ്റോണായ സ്ഥിതിക്ക് നമ്മളിതാ ഒന്ന് നനയ്ക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് നനച്ച് ഇതവിടൊക്കെ നനയ്ക്കുന്നുണ്ട്. അതേപോലെ ചുമരുമ്മൽ നനയ്ക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, സൈറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, എന്തേ ആർക്കും ഇവിടെ തിരക്കില്ല. ഇനി എന്ത് ചെയ്യാന്നറിയോ, വെക്കണതിൻ്റെ മുമ്പ് ഈ ടൈൽസ് ഇങ്ങനെ വെച്ചുകാണ്ട് ഇതിൻ്റെ കനം നോക്കുക.
1 സെൻറ്റ് കനം വരുന്നുണ്ട്. എന്നിട്ട് അത് റിട്ട എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് പിടിച്ചിട്ടൊക്കെയാണ് നല്ല ഭാഗം പുറത്ത് കഴിക്കോട്ടെ. ഈ ഗമ്മ് നേരെ വാരിയാണ്ട് സെൻറ്ററിൽ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ വെട്ടുക എന്ന് പറഞ്ഞാൽ പൊന്തിച്ച് വെക്കുക. ഈ പൊന്തിച്ച് വെക്കുമ്പോഴേ സംഭവം എന്താ ഉള്ളൂ, എല്ലാ പാത്രക്കും നമുക്ക് കറക്റ്റ് പരത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെട്ടി ഉന്തി ഇടിച്ച് ടൈല് പൊട്ടില്ല. ഇതേമാതിരി ആക്കി വെച്ചാൽ മതി. ഇത്ര പെട്ടെന്ന് അറിയാം. ഈ കണ്ടോളി കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ. ഒരു സ്ഥലത്തേക്കും സാധനം തള്ളി വരില്ല. അപ്പോൾ കൈമേൽ എന്തുണ്ട്, ഈ മമ്മുണ്ണി ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ടൊക്കെയാ സാധനം വെച്ച്. അപ്പോൾ കുറച്ച് പുറത്ത് കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളിക്കുണ്ട്. സ്പേസർ ഇവിടുന്ന് തന്നെ എടുത്ത്, പഴയ പണിക്കാരൻ സ്പേസർ ഇവിടുന്ന് ഒന്ന് വെച്ചു. അതേപോലെ ഒരു സ്പേസറും പാടെ വേണമല്ലോ ഒന്നെടുത്ത് അതും ഇവിടെ വെച്ച്. ഇനി ഇവിടെയൊക്കെയാ ഒന്ന് ഉന്തിയാൽ മതി. ഇവിടെയൊക്കെ എടുത്തുക ഇടിയാ. ഇപ്പോൾ സാധനം എല്ലാം എടുത്തായി, ഒരേ ലെവലായി. ഇനി ഒന്നാവില്ല, അനങ്ങൂല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആക്കാണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ കുത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് ഓണാക്കുക, എല്ലാ ലൈറ്റും ഓണാക്കുക. സംഭവം കറക്റ്റ്. ജോയിൻ്റ് റെഡി. ഇത്ര പണിയുള്ളൂ. അതിനാണ് നിങ്ങളൊരു പണിക്കാരനെ കിട്ടാനില്ല എന്ന് കണ്ട് ഇങ്ങനത്തെ ചുമര ഒഴിവാക്കിയിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോകൾ കാണുക, വീടിനാവശ്യമായിട്ടുള്ള തരികടകൾ പഠിക്കുക, സ്വയം പ്രവർത്തനത്തിൽ ഏർപ്പെടുക. എന്നാൽ ഒരുപാട് പൈസ ലാഭിക്കാം. ഈ കൂലി എടുക്കുന്ന നേരം കൊണ്ട് പെരേക്ക് അലുവും ജാഗിരിയും വാങ്ങിക്കൊണ്ടുപോകുക, വൈകുന്നേരം ചായ സൂപ്പറാക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ പൊറാട്ടി വാങ്ങുക, ഒരു കോഴിക്കറി വെക്കുക, എന്നാലും ലാഭം. അപ്പോൾ സെറ്റ്.